ഓക്കെ. എക്സാമ്പിൾ പറയാം. കോയ്. കോയ് എന്നതിന്റെ അഡ്വർബ് എന്താ? കോയ് എന്നതിന്റെ അഡ്വർബ് COY. കോയ് മീൻസ് ഷൈ. ഷൈ, ലജ്ജയുള്ള, ലജ്ജ. കോയ് എന്നാൽ അർത്ഥം ലജ്ജ. കോയിലി എന്നതാണ് അതിന്റെ അഡ്വർബ്. COY എന്നതിനോട് കൂടി LY ചേർക്കുന്നു. അപ്പോൾ കോയിലി. അതെ, കോയിലി, ലജ്ജയോടെ. വേറെ എക്സാമ്പിൾ, ലൗഡ്. ലൗഡ് എന്ന ഒരു അഡ്ജക്റ്റീവ്. ലൗഡ് എന്നത് അഡ്ജക്റ്റീവാണ്. അതിന്റെ അഡ്വർബ് ലൗഡ്ലി, LY ചേർക്കുന്നു. അതെ, ഹൈ അഡ്ജക്റ്റീവാണ്. ഹൈലി അതിന്റെ അഡ്വർബാണ്, LY ചേർക്കുന്നു. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ അതെന്താണ്? ബ്യൂട്ടിഫുൾ എന്താണ്? ബ്യൂട്ടിഫുൾ എന്നത് അഡ്ജക്റ്റീവാണോ അഡ്വർബാണോ? ബ്യൂട്ടിഫുൾ എന്നത് അഡ്ജക്റ്റീവാണോ അഡ്വർബാണോ? അഡ്ജക്റ്റീവാണ്. അതിന്റെ അഡ്വർബ് എന്താണ്? ഹുമൈദ് അടിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി, LY ചേർക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ, സെൻസ്ലെസ്. സെൻസ്ലെസ്, സെൻസ്ലെസ്ലി. ഓക്കെ. അവിടെ KMIC ഡേ, ഡെയിലി അടിച്ചിട്ടുണ്ട്. അവിടെ ഒരു നിയമത്തിന് വ്യത്യാസം വരും. ഡേ, ഡെയിലി എന്നത് നിയമത്തിന് വ്യത്യാസം വരും. പിന്നെ പറയാം. ഡേ എന്നത് DAY. അവിടെ പിന്നെ നമ്മൾ LY ചേർക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇന്റലിജന്റ്. ഇന്റലിജന്റ്, ഇന്റലിജന്റ്ലി. ഓക്കെ. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലെ കോമൺ റൂൾ. എന്നാൽ നമുക്കത് ആ പോയിന്റിലേക്ക് വരാം. there are some exceptions. കുറെ പരിമിതികളും അല്ലെങ്കിൽ പരിധികളുമുണ്ട് ഇവിടെ. അതിന് ഈ നിയമത്തിന് ഒരു അപവാദം. അഡ്ജക്റ്റീവ് അവസാനിക്കുന്നത് അവസാനത്തെ അക്ഷരം LL ആണെങ്കിൽ, ഉദാഹരണത്തിന് ഫുൾ,
ഫുൾ, സ്മെൽ, ഫുള്ളി ഇല്ല. അതെ. വാൾ, വാൾ എന്നത് അത് നൗണാണ്. ഫുൾ എടുക്കുക. അവിടെ അവസാനത്തെ അക്ഷരം ഡബിൾ എൽ ആണ്. അവിടെ ചെയ്യേണ്ടത് അതിനോട് ചേർത്ത് ഒരു വൈ കൂടി കൂട്ടിയാൽ മാത്രം മതി. ഫുള്ളി, ഫുള്ളി. ഇനി മറ്റൊരു എക്സാമ്പിൾ, മറ്റൊരു അപവാദം. ഒരു വേർഡിന്റെ അവസാനം എൽ ഇയിൽ അവസാനിക്കുന്നെങ്കിൽ, എൽ ഇയിൽ അവസാനിക്കുന്നെങ്കിൽ, എൽ ഇ, ഈ എൽ ഇ എന്നതിന് തൊട്ട് മുമ്പ് കോൺസണന്റ് ആവുകയും ചെയ്താൽ റോൾ അല്ല. റോളിൽ അവിടെ ഓ എന്ന വവലാണ്, ഗോളുമല്ല. കോൺസണന്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ടെറിബിൾ, ഓക്കെ, സിംഗിൾ. അതുപോലെ ടെറിബിൾ, അങ്കിളല്ല, നമ്മൾ അഡ്ജക്റ്റീവ് പറയുക. ടെറിബിൾ, അങ്കിൾ ഇസ് നൗൺ. ടെറിബിൾ എന്നതിൽ അവസാനത്തെ അക്ഷരം എൽ ഇയിൽ അവസാനിക്കുന്നു. അതിന് തൊട്ട് മുമ്പായി ഒരു കോൺസണന്റ് ആണുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ അവസാനത്തെ ഇയെ ഒഴിവാക്കുക, ഇ എന്ന അക്ഷരത്തെ ഒഴിവാക്കുക. അപ്പൊ എന്തായി? ടെറിബിൾ എന്ന എല്ലിൽ അവസാനിക്കുന്നു. അതിനോട് ഒരു വൈ ചേർക്കുക. അപ്പോൾ ടെറിബിളി, ടെറിബിളി എന്ന് വരും. ഓക്കെ. ഇനി ഒരു ഉദാഹരണം. horrible, horribly. ഇനി മറ്റൊരു അപവാദം. അഡ്ജക്റ്റീവ് അവസാനിക്കുന്നത് വൈയിലാണെങ്കിൽ, വൈയിലാണെങ്കിൽ അവസാനത്തെ ഈ വൈയെ ഒഴിവാക്കിയിട്ട് അതെ, ആംഗ്രി, ആംഗ്രി. ആംഗ്രി എന്നതിന്റെ അവസാനത്തെ അക്ഷരം വൈ ആണ്. അപ്പോൾ ആ വൈയെ ഒഴിവാക്കിയിട്ട് ILY ചേർക്കുക. അപ്പോൾ ANGRILY, ആംഗ്രിലി എന്ന് വരും. അതാണ് അതിന്റെ അഡ്ജക്റ്റീവ്. ഹാപ്പി, ഹാപ്പി. അതിന്റെ അഡ്ജക്റ്റീവ് ഹാപ്പിലി. എന്നാൽ
സിംഗിൾ സിലബിൾ അവസാനിക്കുന്ന വാക്കാണെങ്കിൽ, സിംഗിൾ സിലബിൾ ഉള്ള വാക്കാണെങ്കിൽ, സിലബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചാണ്, എന്താണ്? എ യൂണിറ്റ് ഓഫ് സൗണ്ട്, എ യൂണിറ്റ് ഓഫ് സൗണ്ട്, അതാണ് സിലബിൾ. ഉദാഹരണത്തിന് വാട്ടർ, വാ എന്നൊരു യൂണിറ്റ് ഓഫ് സൗണ്ട്, ടെർ എന്ന മറ്റൊരു സൗണ്ട്. അങ്ങനത്തെ ഒരു സിംഗിൾ സിലബിൾ വേർഡ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഡേ, ഇതൊരു സിംഗിൾ സിലബിൾ വേർഡാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വൈയെ മാറ്റി ILY ചേർക്കുന്നു. ഡേയെ മാറ്റി വൈ മാറ്റിയിട്ട് ILY, ഡെയിലി. ഓക്കെ, ഇനി എക്സാമ്പിൾ, റിയൽ, അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ അഡ്വർബ് റിയലി. ഒരു എക്സാമ്പിൾ ഞാൻ അടിക്കാം. സനു, മൈ റിയൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ മൈക്ക് പോയിട്ടുണ്ട്, സാർ അറിഞ്ഞിട്ടില്ല തോന്നുന്നു. യെസ്, ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, സോറി ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സനു, മൈ റിയൽ ഫ്രണ്ട് ഈസ് റിയലി ഓണസ്റ്റ്. എന്താ എന്റെ മീനിങ്? എന്താണ്? സനു, മൈ റിയൽ ഫ്രണ്ട് ഈസ് റിയലി ഓണസ്റ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സെന്റൻസ്? Sanu, my real friend is really honest. Anyone can give me the meaning? Sanu, എന്റെ യഥാർത്ഥ സുഹൃത്ത്, അവൻ തികച്ചും സത്യസന്ധനാണ്. ഗുഡ്. Here, Sanu, my real friend. Sanu, my real friend എന്ന് പറയുന്നത് Sanu is my real friend ആണ്. അത് എഴുത്തിന്റെ ഫോം അങ്ങനെയാണ്, അങ്ങനെ ആക്കിയതാണ്. സനു കോമ റിയൽ ഫ്രണ്ട്, മൈ റിയൽ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ സനു ഈസ് മൈ റിയൽ ഫ്രണ്ട്. ഓക്കെ, ഈസ് റിയലി ഓണസ്റ്റ്. റിയലി, യഥാർത്ഥമായും അവൻ ഓണസ്റ്റാണ്. ഇവിടെ സനു എന്നത് സബ്ജക്റ്റ്, മൈ റിയൽ ഫ്രണ്ട് അത് ഒരു
ഫ്രൈസ് ആണ്. സനു മൈ റിയൽ ഫ്രണ്ട്, അവിടം വരെ സനു മൈ റിയൽ ഫ്രണ്ട് അവിടം വരെ സബ്ജക്റ്റ് ആണ്. മൈ റിയൽ ഫ്രണ്ട് എന്ന ഫ്രൈസ് ഉപയോഗിക്കുന്നത് സനുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിൽ അതൊരു അഡ്ജക്റ്റീവായി വരും. ഈസ് റിയലി ഓണസ്റ്റ്, ഈസ് വെർബ്. റിയലി ഓണസ്റ്റ്, റിയലി എന്നത് അഡ്വർബാണ്. ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വർബാണ്. ഓക്കെ, ഒരു വിധത്തിൽ. ഇനി മറ്റൊരു വിധത്തിൽ, സനു മൈ റിയൽ ഫ്രണ്ട്, അതിന്റെ മീനിങ് സനു ഈസ് മൈ റിയൽ ഫ്രണ്ട് എന്നാണ്. സനു സബ്ജക്റ്റ്, അവിടെ ഈസ് ഉണ്ട്, അത് വെർബാണ്. മൈ റിയൽ ഫ്രണ്ട് എന്നത് ഒബ്ജക്റ്റാണ്. അവിടെ ഫ്രണ്ട് എന്നതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള, ഫ്രണ്ട് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉള്ള അഡ്ജക്റ്റീവാണ് റിയൽ എന്നത്. ആദ്യത്തെ റിയൽ അഡ്ജക്റ്റീവായി ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ റിയലോ, രണ്ടാമത്തെ റിയലോ രണ്ടാമത്തെ റിയൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അവിടെ adverb, അതാണ് കറക്റ്റ്. രണ്ടാമത്തെ റിയലി എന്നത് ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്വർബാണ്. മനസ്സിലായോ? സനു നൗൺ, മൈ റിയൽ ഫ്രണ്ട്, ഫ്രണ്ട് എന്നത് അതും നൗണാണ്. സനു എന്നതും നൗണാണ്, ഫ്രണ്ട് എന്നതും നൗണാണ്. അപ്പം റിയൽ ചേർത്തതോ ഫ്രണ്ട് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള റിയലാണ്, അത് അഡ്ജക്റ്റീവാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഈസ് വെർബാണ്. റിയലി ഓണസ്റ്റ്, റിയലി എന്നത് അഡ്വർബാണ്. ഓണസ്റ്റ് എന്നത് അഡ്ജക്റ്റീവാണ്. മനസ്സിലായോ? ഓക്കെ. സനു മൈ ഫ്രണ്ട് ഈസ് റിയലി ഓണസ്റ്റ്. സനു മൈ ഫ്രണ്ട് ഈസ് റിയലി ഓണസ്റ്റ്. അവിടെ റിയൽ എന്നത് എന്ന വാക്ക് രണ്ടു വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അഡ്ജക്റ്റീവായിട്ടും മറ്റൊന്നത് അഡ്വർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് എന്നത് അഡ്ജക്റ്റീവാണ്, ഫ്രണ്ട് എന്നത് നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്ജക്റ്റീവായിട്ടാണ് ആദ്യം റിയൽ ഉപയോഗിച്ചത്. രണ്ടാമത്തത് റിയലി എന്ന് ഉപയോഗിച്ചത് അഡ്വർബായിട്ടാണ്, ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് ആരെ വിശേഷിപ്പിക്കുന്നു? ഫ്രണ്ട് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഓക്കെ. ഫ്രണ്ട് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി റിയൽ എന്നത് അഡ്ജക്റ്റീവായിട്ട് പിന്നെ ഉപയോഗിക്കുന്നു. അവിടെ രണ്ട് അഡ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന് റിയൽ അഡ്ജക്റ്റീവാണ്, ഓണസ്റ്റ് അഡ്ജക്റ്റീവാണ്. റിയലി എന്നത് അഡ്വർബാണ്. ഫ്രണ്ട് എന്നത് നൗണാണ്, സനു എന്നതും നൗണാണ്. ഓക്കെ. അവിടുത്തെ വെർബ് ഏതാണ്? അവിടുത്തെ വെർബ് ഏതാണ്? ഈസ് വെർബാണ്. ഓക്കെ. ഇനി മറ്റൊരു ഉദാഹരണം.
Quick, quickly. Quick, quickly. Quick എന്താണ്? ആദ്യത്തെ ക്വിക്ക് adjective ആണ്. Quickly എന്നതോ adverb ആണ്. ഞാൻ ഒരു സെന്റൻസ് ആക്കാം, ശ്രദ്ധിക്കുക. Sinu was a quick learner. He answered quickly. Sinu was quick learner. He answered quickly. Quick means പെട്ടെന്ന്, പെട്ടെന്ന്, suddenly. Okay, speedily. ഇവിടെ ഒരു സെന്റൻസ്, Sinu was a quick learner. He answered quickly. അതിന്റെ മീനിങ് എന്താ? ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ്? Sinu was a quick learner. He answered quickly. Sinu പെട്ടെന്ന് പഠിക്കുന്നവനാകുന്നു. അവൻ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നു. അവിടെ ആൻസേർഡ് അതൊരു പാസ്റ്റ് ടെൻസിന്റെ ഫോമാണ്. അപ്പൊ എന്താ പറയേണ്ടത്? ആൻസേർഡ് എന്നത് പാസ്റ്റ് ആണ്. കാരണം നാം കഴിഞ്ഞ ദിവസം പഠിച്ചു ED ചേർക്കാൻ വേണ്ടി. ആൻസർ, ആൻസേർഡ്, ആൻസർ ചെയ്തു, ഉത്തരം ചെയ്തു. എങ്ങനെയാ ഉത്തരം ചെയ്തത്? എങ്ങനെയാ ഉത്തരം ചെയ്തത്? ക്വിക്ക്ലി. മനസ്സിലായില്ലേ? ആൻസേർഡ് എന്നത് വെർബാണ്. ഉത്തരം ചെയ്തു. അപ്പൊ ഒരു ചോദ്യം, എങ്ങനെയാ ഉത്തരം ചെയ്തത്? ആ വെർബിന്റെ വിശേഷണത്തെ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവൻ ആ ആൻസർ ചെയ്യുക എന്ന വെർബ് പ്രവർത്തിച്ചത്? ക്വിക്ക്ലി, പെട്ടെന്ന്. അപ്പൊ വെർബിനെയാണ് ഈ ക്വിക്ക്ലി വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് എന്തായി? ക്വിക്ക്ലി എന്നത് എന്തായി? ആൻസേർഡ് എന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ക്വിക്ക്ലി എന്ന വാക്ക് അഡ്വർബായി. നോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ഓക്കെ. ഇനി ആദ്യത്തെ കുക്ക്. Sinu was എന്താണ്? Sinu ആയിരുന്നു. എന്താണ്? പാസ്റ്റ് ആണ്. മാത്രമല്ല വെർബാണ്. Sinu was. ആരായിരുന്നു Sinu? Sinu was quick learner. ഒരു ക്വിക്ക് ലേണർ ആയിരുന്നു. ഇവിടെ ശരിക്കുള്ള ഓബ്ജക്റ്റ് ഏതാണ്?
ശരിക്കുള്ള ഓബ്ജക്റ്റ് ഏതാ? ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ആരിലേക്കാണോ കർമ്മം വരുന്നത്, ക്രിയയുടെ റിസൾട്ട് വരുന്നത്, അവനാണ് ഓബ്ജക്റ്റ്. ലേൺ ഇയർ, ലേണർ. ആരാണ് ഇവിടുത്തെ ലേണർ? ആരാണ് ഇവിടുത്തെ ലേണർ? സിനു ആണ്. അപ്പൊ മനസ്സിലായില്ലേ സംഗതി? പിടി കിട്ടിയ? ഇവിടെ സിനു വാസ് എ ക്വിക്ക് ലേണർ. സിനു ഒരു ക്വിക്ക് ലേണർ ആയിരുന്നു. സിനു ക്വിക്ക് ലേണർ ആയിരുന്നു. അപ്പൊ ഒരു ചോദ്യം, സിനു എന്തായിരുന്നു? സിനു എന്തായിരുന്നു? സിനു എന്തായിരുന്നു? എന്തായിരുന്നു? ലേണർ ആയിരുന്നു. സിനു എന്തായിരുന്നു? സിനു ഒരു ലേണർ ആയിരുന്നു. എങ്ങനത്തെ ലേണർ? എങ്ങനത്തെ ലേണർ? ക്വിക്ക്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ നമുക്ക് വ്യക്തമാകും ഏതാണ് അഡ്വർബ്, ഏതാണ് അഡ്ജക്റ്റീവ്, ഏതാണ് നൗൺ. മനസ്സിലായോ? സിനു എന്ന നൗൺ, ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്ജക്റ്റീവാണ് ലേണർ. സിനു വാസ് എ ലേണർ. ക്വിക്കായിട്ടും മറ്റൊന്ന് ക്വിക്കിലി ആയിട്ടും. ക്വിക്ക് എന്നത് ആദ്യം ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ലേണർ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്ജക്റ്റീവാണ്. രണ്ടാമത് ക്വിക്കിലി എന്നത് ആൻസേർഡ് എന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്വർബ് ആയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ. ക്വിക്ക് അഡ്വർബ്, ക്വിക്ക് എന്നത് അഡ്ജക്റ്റീവ്, ക്വിക്കിലി എന്ന അഡ്വർബ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക. ഒരു സെന്റൻസിൽ അഡ്വർബും അഡ്ജക്റ്റീവും വെർബും നൗണും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക. എന്നാൽ കാര്യം എളുപ്പമാവും. മനസ്സിലായോ? ഇനി മറ്റൊരു സെന്റൻസ്. senselessly. എന്താ സെൻസ്ലെസിന്റെ അർത്ഥം? What is the meaning of senseless? ബുദ്ധി പ്രയോഗിക്കാതെ, ബുദ്ധിയില്ലാതെ. അതെ, വിചാരമില്ലാതെ.
example, senseless, കാര്യമറിയാത്ത. No, never. Sino not speak senselessly. Sino speak intelligently. Senseless fellow. Sino was speaking senselessly. Grammar correct on. Senseless fellow argued. Senseless fellow argued senselessly. Senseless fellow argued senselessly. Fellow means what is the meaning of fellow? A man, a person, a വ്യക്തി. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ഫെലോ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ. അവന്റെ വിശേഷണം എന്താ? ഫെലോ എന്ന വ്യക്തിയുടെ വിശേഷണം എന്താ? എന്താ അവന്റെ വിശേഷണം? സെൻസ്ലെസ് ആണ്, ബുദ്ധിയില്ലാത്തവനാണ്. സെൻസ്ലെസ് ഫെലോ. സെൻസ്ലെസ് എന്ന് ആദ്യം ഉപയോഗിച്ചത് ആ ഫെലോ എന്ന മനുഷ്യന്റെ വിശേഷണമായിട്ടാണ്. അപ്പൊ ഫെലോ എന്നത് നൗണാണ്. ആ നൗണിന്റെ വിശേഷണം അഡ്ജക്റ്റീവാണ്. സെൻസ്ലെസ് അഡ്ജക്റ്റീവാണ്. അപ്പോ സെൻസ്ലെസ് ഫെലോ argued, gave a senseless fellow and sent icon senselessly. Correct. A senseless fellow came and sent icon senselessly. ഇവിടെ സെൻസ്ലെസ് ഫെലോ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സെൻസ്ലെസ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അവനൊരു കാര്യം ചെയ്തു. എന്താ അവൻ ചെയ്തത്? ആർഗ്യൂഡ്. അവൻ വാദിച്ചു. എങ്ങനെയാ വാദിച്ചത്? സെൻസ്ലെസ്ലി, ബുദ്ധിയില്ലാതെ. ഇപ്പൊ കാര്യം മനസ്സിലായോ? സെൻസ്ലെസ് ഫെലോ നൗണാണ്. സെൻസ്ലെസ് എന്നത് നൗണിന്റെ വിശേഷണമാണ്. ആർഗ്യൂഡ് അവന്റെ ക്രിയയാണ്. അവൻ ചെയ്ത ക്രിയയുടെ വിശേഷണമാണ് സെൻസ്ലെസ്ലി എന്നത്. ലാസ്റ്റത്ത് അത് അഡ്വർബാണ്. ക്രിയയെ വിശേഷിപ്പിച്ചത് അഡ്വർബാണ്. സെൻസ്ലെസ്ലി. സെൻസ്ലെസ് ഫെലോ ആർഗ്യൂഡ് സെൻസ്ലെസ്ലി. ഫെലോ നൗൺ, സെൻസ്ലെസ് ഫെലോയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്ജക്റ്റീവ്. ആർഗ്യൂഡ് അവന്റെ വർക്ക്, അവന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ വിശേഷണം സെൻസ്ലെസ്ലി, അത് അഡ്വർബാണ്. ഓക്കെ. ഇനി ഒരു ഉദാഹരണം.
intelligent, intelligently. What is the meaning intelligent? ബുദ്ധിയുള്ള. Correct. Intelligently. Intelligent means ബുദ്ധിയുള്ള. Okay. Intelligently. ബുദ്ധിപൂർവം. Correct. ബുദ്ധിയോടെ. Good. ഇനി നിങ്ങൾ ഒരു സെന്റൻസ് ഉണ്ടാക്കുക. അത് വെച്ചിട്ട് ഇത് രണ്ടും ചേർത്തൊരു സെന്റൻസ് ഉണ്ടാക്കുക. ഒന്നുണ്ടാക്കി നോക്കിയേ. ഒരു സെന്റൻസ് ഉണ്ടാക്കുക. Correct. Good. Well done. An intelligent man talk intelligently. An intelligent man talk intelligently. Good attempt. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ആ വെർബില് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണത്? കറക്റ്റ്. എന്താണ്? An intelligent man. And it's a singular. First person singular. അപ്പോൾ വെർബ് എന്താവണം? യെസ് ഉണ്ടായിരിക്കണം. ടോക്സ്. An intelligent man talks intelligently. Correct. Next one. Kabir is intelligent. He works intelligently. He works. Yes വേണം. Work works. Okay. Kabir is ഒരു ആൻ ചേർത്താൽ ഭംഗിയാണ്. Kabir is an intelligent. And he works intelligently. അതുപോലെ intelligent student makes plan intelligently. Intelligent student makes plan intelligently. അവിടെ ഇന്റലിജന്റ് സ്റ്റുഡൻസ് എന്നാണെങ്കിലോ എന്താ മാറ്റം വരിക? ഇന്റലിജന്റ് സ്റ്റുഡൻസ് എന്നാണ് ഞാൻ എഴുതിയെങ്കിൽ എന്തായിരിക്കും അർത്ഥം? അവിടെ മാറ്റം വരിക. കറക്റ്റ്. മേക്ക്, MAKE, ഇന്റലിജന്റ് സ്റ്റുഡൻസ്. എസ് വരുമ്പോൾ മേക്സ് എന്നുള്ളത് മേക്ക് ആവും. എസ് ഒഴിവാകും. പ്ലാൻ ഇന്റലിജന്റ്ലി. ഓക്കെ, ഗുഡ് അറ്റംപ്റ്റ്. കൂടുതൽ പേരും ഇനിയും ഉണ്ടാവുക. ട്രൈ ചെയ്യുക.
പ്രാക്ടീസ് ചെയ്യുക, എന്നെങ്കിലേ കാര്യമുണ്ടാവും. അല്ലെങ്കിൽ ഇന്നിട്ട് നാളെ അങ്ങ് മറക്കും. അതുകൊണ്ട് പുതിയ സെന്റൻസ് ഉണ്ടാക്കാൻ പരിശീലിക്കുക എന്നുള്ളത് കാര്യത്തിൽപ്പെടും. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഖോയ്, നേരത്തെ പറഞ്ഞാണ് ഖോയ്. എന്റെ മീനിങ് എന്താണ്? ഷൈ, ലജ്ജയുള്ള. അത് ചേർത്തൊരു സെന്റൻസ് ഉണ്ടാക്കും. ഖോയ് ഖോയ്ലി. ഞാൻ ടൈപ്പ് തെറ്റാണ്. കോയിലി എന്നുള്ള അങ്ങനെ അല്ല ഉണ്ടാകുക. COYLY ആണ് കേട്ടോ, കോയിലി. ഓക്കെ, ഒരു സെന്റൻസ് ഉണ്ടാക്കിയേ. കോയ് കോയിലി. Khoi girl speaks Khoili. Correct. Well done, KMIC. Khoi girl speaks. Correct ആണോ? Speaks സിംഗിൾ, ഫസ്റ്റ് പേഴ്സൺ സിംഗിൾ ആയപ്പോൾ അവിടെ വെർബിന് എസ് വന്നു. സ്പീക്സ് Khoili. New students speak Khoili. Correct. Khoi's spelling COYLY. Khoi girl behaves coyly. Khoi girl, ലജ്ജയുള്ള പെൺകുട്ടി, ബിഹേവ്സ് പെരുമാറുന്നു, കോയിലി ലജ്ജയോടെ. ഇനി മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കുക. ടെറിബിൾ. Terrible, terribly. What is the meaning terrible? Meaning of terrible, ഭയാനകം. ഭയാനകം, ദാരുണം. ദാരുണമെന്നും പറയും. ഭയാനകം, ഡ്രെഡ്ഫുൾ. ഓക്കെ, അതൊരു സെന്റൻസ് ഉണ്ടാക്കുക. അഡ്വർബും അഡ്ജക്റ്റീവുമാണ്. ടെറിബിൾ എന്നത് അഡ്ജക്റ്റീവാണ്, ടെറിബിളി എന്നുള്ളത് അഡ്വർബാണ്. സെന്റൻസ് ഉണ്ടാക്കുക. Good attempt. The weather was
terrible. We heard the earthquake terribly. Quake terribly. Terrible animal comes terribly. ഇനിയും ടെറിബിൾ ആനിമൽ. ആനിമൽ എന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. അപ്പോൾ വെർബ് എന്ത് വരും? കം എന്നേ വരും, കംസ് എന്ന് വരില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഇൻഷാല്ലാഹ് പോകാനുണ്ട്. നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ ഇൻഷാല്ലാഹ് പതുക്കെ പതുക്കെ നമുക്ക് അങ്ങോട്ട് കടക്കേണ്ടതുണ്ട് ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് വിശദമായി മനസ്സിലാവും. ഓക്കെ. ടെറിബിൾ ഇൻസിഡന്റ് ഷോക്ക്ഡ് മീ ടെറിബിളി. ഓക്കെ. He is a terrible fellow and talks terribly. MashaAllah. Terrible, a terrible news makes news ആയിരിക്കും. Make terribly attraction in my heart. A terrible news. Make news എന്നത് വരുമ്പോൾ makes എന്ന് വരില്ല. Make terribly attraction in my heart. ഇനിയും ശ്രമിക്കുക. Boy cries terribly as he heard a terrible sound of thunder. Boy cries terribly as he heard a terrible sound of thunder. Thunder means thunder. What is the meaning of thunder? Yudi. ഇടിമുഴക്കം. Sound of thunder. Boy cries. കുട്ടി കരയുന്നു. ആൺകുട്ടി കരയുന്നു. Terribly. ഭയാനകരമായി. ഇവിടെ terribly എന്നത് ക്രൈസ് എന്നതിന്റെ എന്താണ്? Terribly എന്നത് ക്രൈസ് എന്നതിന്റെ എന്താണ്? പ്ലീസ് ആൻസർ. ടെറിബിളി എന്നത് ക്രൈസ് എന്നതിന്റെ എന്താണ്? അഡ്വർബാണ്. ക്രൈസ് എന്നത് എന്താണ്? ക്രൈസ് എന്നത് എന്താണ്? വെർബാണ്. അപ്പൊ ആ വെർബിനെ വിശേഷിപ്പിക്കുന്നതാണെന്ത്? ടെറിബിൾ. ടെറിബിളി എന്നത്. അപ്പോൾ അത് അഡ്വർബാണ്. ആസ് ഹി ഹിയർഡ് എ ടെറിബിൾ സൗണ്ട്. ടെറിബിൾ സൗണ്ട്. രണ്ടാമത്തെ ടെറിബിൾ അഡ്ജക്റ്റീവാണ്. അത് ഏത് നൗണിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്? ഏത് നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത്?
സൗണ്ട് എന്ന നൗണിനെ, കറക്റ്റ്, അതെ, സൗണ്ട് എന്ന നൗണിനെയാണ് ടെറിബിൾ എന്ന രണ്ടാമത്തെ ടെറിബിൾ വിശേഷിപ്പിക്കുന്നത്. അഡ്ജക്റ്റീവായിട്ട് ടെറിബിൾ എന്ന നൗൺ, സൗണ്ട് എന്ന നൗണിനെയാണ്. ഓക്കെ, ഗുഡ്. വൺ മോർ. full, fully, full, fully. Full, fully. Please try. Full എന്ന adjective, fully എന്ന adverb. Please use in sentence. Full adjective, fully adverb. There is full of problem. There is full of problem. Okay, correct ആണ്. Fully 2 minutes. Fully 2 minutes must have passed. The water tank full. Because of the leak, the water was leaked fully. Two minutes fully must have passed. Two minutes ശേഷം ഫുള്ളി ചേർക്കുന്നതാണ് അതിന്റെ ക്രമം. 2 minutes fully. ഓക്കെ, there is full of problem. അത് ഗ്രാമാറ്റിക്കലി ഓക്കെ ആണ്. The water tank full because of the leak, the water was leaked fully. The water tank was full because of the leak, the water was leaked fully. അവിടെ പിന്നെ വാസിന്റെ ആവശ്യമില്ല. ആ വാസ് എടുത്തിട്ട് വാട്ടർ ടാങ്ക് വാസ് എന്ന മേലെ ചേർക്കുക. വാട്ടർ ടാങ്ക് വാസ് ഫുൾ. ബിക്കോസിന്റെ ആവശ്യമില്ല. ഫുൾ ഓഫ് വാട്ടർ ദാറ്റ് ലീക്ഡ് fully. Okay. And listen. Anu listened full class and answered fully. Anu listened full class and answered fully.
Anu listen the class full. Answered fully. Okay. അവിടെ ലിസൺ ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് മീനിങ് ഒരു യോജിക്കുന്നില്ല. അനു ലിസൺ ദ ക്ലാസ് ഫുൾ അല്ലെങ്കിൽ ഫുൾ ഓഫ് ദ ക്ലാസ്. ആൻഡ് ഹി ആൻസേർഡ് ഫുള്ളി. രണ്ടാമത്തെ ഓക്കെ. ഇവിടെ വേറൊന്ന് the boy drank fully a glass full of water. The boy drank fully a glass full of water. The boy കുട്ടി drank കുടിച്ചു, fully മുഴുവനായും കുടിച്ചു, a glass full of water ഒരു ഗ്ലാസ് മുഴുവൻ വെള്ളം പൂർണ്ണമായി കുടിച്ചു. അവിടെ the boy സബ്ജക്റ്റ്, boy noun, drunk എന്താണ്? ഡ്രങ്ക് എന്താണ്? വെർബാണ്. ആ വെർബിന്റെ വിശേഷണം എങ്ങനെയാ കുടിച്ചത്? ഫുള്ളി മുഴുവനായും കുടിച്ചു. എ ഗ്ലാസ്, ആ ഗ്ലാസിന്റെ വിശേഷണം എന്താണ്? ആ ഗ്ലാസിന്റെ വിശേഷണം ഗ്ലാസ് എന്ന നൗൺ, അതിന്റെ വിശേഷണം എന്താ? ഫുൾ ഓഫ് വാട്ടർ. ഫുൾ അല്ലേ? ഫുൾ ഓഫ് വാട്ടർ. അപ്പം അവിടെ ഫുൾ എന്നത് ഗ്ലാസിന്റെ വിശേഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഇത് ഈ സമയവും ഈ ശ്രമവും എല്ലാം ഇരു വീട്ടിലും പ്രയോജനപ്പെടുത്തുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച. അസ്സലാമു അലൈക്കും.